സോ ഹലോ എവ്രി വൺ, സോ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. സോ ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു നല്ലൊരു ബ്രൗണി റെസിപ്പി പറഞ്ഞു തരാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 100 ഗ്രാംസ് ബട്ടർ എടുത്തേക്കുന്നത്, അതിലോട്ട് ഒരു 120 ഗ്രാംസ് ചോക്ലേറ്റ്. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ മിൽക്ക് ചോക്ലേറ്റാണ് കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. എന്നിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിൽ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള 1 കപ്പ് ഫ്ലോറും അതേപോലെ തന്നെ 1 കപ്പ് കൊക്കോ പൗഡറും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായി അരിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മുടെ ഡ്രൈ ഫ്ലോർ മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിൽ നമുക്ക് ഒരു അറൗണ്ട് 1 കപ്പ് ഷുഗർ എടുക്കാം. അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചിടാം. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വാനില എസൻസും ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായി വിസ്ക് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ച് വിസ്ക് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ശരിക്കും ഷുഗർ ഇതിൽ നന്നായി മിക്സായി വരണം. സോ ഇതൊരു ചോക്ലേറ്റ് ബ്രൗണി റെസിപ്പിയാണ്. ആൻഡ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു മേക്ക്. നമുക്ക് ഓവണായിട്ടും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ എഗ്ഗ് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ബട്ടർ മിക്സ് നന്നായി ആഡ് ചെയ്തിട്ട് ഫുൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കംപ്ലീറ്റ്ലി മിക്സ് ആവണം. അപ്പോൾ ഇതോടെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഈ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാച്ചായിട്ട് ഇടാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ പതുക്കെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ബീറ്റർ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പീഡ് 1 ഇടാൻ ശ്രദ്ധിക്കണം. ഓവർ മിക്സ് ആയി പോകരുത്. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇടാം. അങ്ങനെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 kg ബ്രൗണിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. സോ നിങ്ങളിപ്പോൾ ഒരു 1 kg ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു ഡബിളായിട്ട് എടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ലാസ്റ്റ് ബാച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി വേണ്ടത്. നമുക്കതൊരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് ബട്ടർ പേപ്പർ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം വിത്ത് ബട്ടർ ഓർ ഓയിൽ. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാറ്റർ ആഡ് ചെയ്യാം. ഒന്ന് ഈവൺ ആക്കി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ചോക്ലേറ്റ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓവനിലൊരു 25 മിനിറ്റ്സ് ഒരു 190 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ബാറ്റർ ബേക്ക് ചെയ്യുന്ന പോലെ ഫുൾ നമ്മളിപ്പോൾ ഒരു ഫോർക്ക് കുത്തി നോക്കുന്ന സമയത്ത് ഈ ബാറ്റർ ഫുൾ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വരേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് കുക്കായെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. ഇനി നമുക്കത് പീസാക്കി എടുക്കാം. ഇൻ കേസ് നിങ്ങൾ ബ്രൗണി കുറച്ചൊന്ന് സ്റ്റിഫെല്ലാം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഒരു ഫ്രിഡ്ജിൽ വെക്കാം. ഓർ ഒരു 1/2 hour പുറത്ത് വെച്ചാലും മതി. ഇപ്പോൾ ബ്രൗണി തന്നെ ഇരുന്ന് സ്റ്റിഫാവും. സോ നമ്മളിവിടെ പീസാക്കി കട്ട് ചെയ്ത് നമ്മുടെ ഡെലീഷ്യസ് ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് വെരി ടേസ്റ്റി. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.